ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ആയി ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ സ്നേഹിക്കണവരിങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള, ഞാൻ ഇടയ്ക്ക് കരുതുന്ന ഒരു വ്ളോഗ് എടുക്കണം, അങ്ങനെ വീഡിയോ എടുത്ത് വെക്കൂട്ടോ, എന്നിട്ട് അത് പിന്നെ അവിടെ ഡ്രോപ്പ് ആവും. അങ്ങനെ ആയിട്ട് എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ആയിട്ട് വരാത്തത്, അല്ലാണ്ട് നിങ്ങൾ ആരെയും മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല, നിങ്ങളോട് കുറച്ച് വിശേഷം പറയാൻ വേണ്ടി ഇങ്ങ് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുക്കും, പിന്നെ അത് പാതി വഴിയിൽ ഡ്രോപ്പാക്കും. അങ്ങനെ ആയതുകൊണ്ട് എന്താ പറയുക, ഒരു കറക്റ്റൊരു വീഡിയോ എന്ന് പറയാനില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ബീഫൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ടൈം ഇല്ലാണ്ടായപ്പോൾ പിന്നെ അതും അവിടെ സ്റ്റോപ്പാക്കി. പിന്നെ എന്താ നിങ്ങളെല്ലാവരും വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് തോന്നുന്നു 3 മാസമായോ വീഡിയോ ചെയ്തിട്ട്, എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ടാവും, എത്രയായത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും എന്താ, ഈ ഒരു കുക്കർ നല്ല കുക്കറാണ് കേട്ടോ. ഇത് കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത് എങ്ങനത്തെ കുക്കറാണെന്നുള്ളത്. ഇത് UAE ഗൾഫ് കൺട്രീസിലൊക്കെയാണ് കേട്ടോ കിട്ടുക. നാട്ടിലുള്ളവരാണ് അധികം നമ്മളെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ UAE, ഖത്തർ, അങ്ങനെയൊക്കെ GCCയിലോ യൂറോപ്പ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ. അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളി. പിന്നെന്താ, അപ്പോൾ ഈ ഒരു കുക്കർ വെറൈറ്റി ആയതുകൊണ്ട് കണ്ടാൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത്, അല്ലാണ്ട് ഒരു പരസ്യമായിട്ട് വന്നതല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും കുറേ കാലത്തിന് ഷോള് വന്നിട്ടുണ്ട് ഒരു പരസ്യമായിട്ടെന്ന്. അങ്ങനെയല്ല, അത് കാണുമ്പോൾ ഇനി ഒരു അതിർപ്പത്തിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല കുക്കറാണ് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യണേ. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേര് കുറേ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ കമൻസിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കമൻസ് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, തിരക്കായ കാരണം ഒരു വീഡിയോ അയച്ച് ഇങ്ങോട്ട് വരാൻ പറ്റായിട്ടാണ്. ഈ ഒരു വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരാഴ്ച ആയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കും, പിന്നെ ഡ്രോപ്പാക്കും, കട്ട് ചെയ്ത് വെക്കും, ഡ്രോപ്പാവും. അങ്ങനെ ഇപ്പോഴാണ് കറക്റ്റ് എനിക്കൊരു വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ടൈം കിട്ടിയത്. അപ്പോൾ ഏതായാലും നമ്മളെ വിശേഷങ്ങളൊക്കെ ഇതാ ഇവിടെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് സുഖമാണ്, മോൻക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്. പിന്നെ മോൻ്റെ മുടി എടുത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോൻ്റെ മുടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ലാസ്റ്റ് വരെ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ലാസ്റ്റ് വീഡിയോ ഇടുന്നവരെ. പിന്നെ നമ്മൾ മോൻ്റെ മുടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 60ൻ്റെ അന്നാണ് മുടി എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി എടുക്കണ്ടെന്ന് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ്, അങ്ങനെ ആ പരിപാടിയൊന്നും വലിയ പരിപാടിയാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിൽ ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ വന്നിട്ട് ഹെയർ എടുത്തു പോയി, അത്ര തന്നെ. അല്ലാണ്ടൊരു പരിപാടിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗോൾഡ് ഇട്ടോന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് കാലിന് തണ്ട വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. അപ്പോൾ പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ പിന്നെ ബാക്കി ഗോൾഡൊക്കെ എടുത്തുവിട്ട. അങ്ങനെ ഇക്കാൻ്റെ വക തണ്ടയും ചെയിനൊക്കെ എടുത്തു. എൻ്റെ വക ഞാൻ അരഞ്ഞാണും വളയൊക്കെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത് എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ എൻ്റെ ഫാമിലിനോടാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടാണെങ്കിലും പറയലുണ്ടായിരുന്നു, എനിക്ക് കുട്ടി ഉണ്ടാവുമോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആരും ഒരു സ്വർണം പോലും, ഒരു തരി സ്വർണം പോലും ആരും ബുദ്ധിമുട്ടിക്കരുത് എന്ന്. അതാണ് കേട്ടോ, ആരും വാങ്ങിക്കണ്ട, ആരും അങ്ങനെ. എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ് കേട്ടോ. അത് നമ്മളൊരു ഇതാക്കിയിട്ടല്ല, എനിക്കറിയില്ല, ഞാൻ ഇന്നൊരു അഹങ്കാരമായിട്ട് ആൾക്കാർ കാണുകയാണെന്ന്. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. ആരുടെ അടുത്തൊന്നും ഒന്നും ഒരു ബുദ്ധിമുട്ടിക്കരുത് ആരെന്നുള്ള അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ബുദ്ധിമുട്ടരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ ഞാൻ ഇന്നെ പൊക്കി പറയണമെന്നല്ല കേട്ടോ. ഞാനങ്ങനെ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഗോൾഡ് അരക്കിട്ടെന്ന് ചോദിക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെന്താ, അങ്ങനത്തെ ഒക്കെ വിശേഷങ്ങൾ. പിന്നെ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ആൾ വരലില്ലേ, ഞങ്ങൾ അങ്ങോട്ട് പോക്കില്ലേ എന്നൊക്കെ കുറേയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടുണ്ട്. പിന്നെ എന്താണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ആരെയും കാണിക്കാത്തതെന്ന് വെച്ചാൽ, പിന്നെ ഇപ്പോൾ 2-3 മാസമായി വീഡിയോ ചെയ്തിട്ട് തന്നെ പിന്നെ ഞാൻ ആരെയും കാണിക്കാത്തത് അവർക്കതൊരു പ്രൈവസിക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കുറേ പേരൊക്കെ അങ്ങനെ എല്ലാവരെയും കാണിച്ചിരുന്നു. പിന്നെയാണ് എനിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ ഓരോരുത്തർ ഈ വീഡിയോയിൽ ഇട്ടായിരുന്നു ഞങ്ങൾക്കൊരു പ്രൈവസി ഇല്ല എന്നുള്ളൊരു രീതിയിൽ പല രീതിയിലും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ
നമ്മൾ കാരണം ആരുടെ ഒരു പ്രൈവസി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. കാരണം പിന്നെയാണ് ഞാനത് റിയലൈസ് ചെയ്യണത്, നമ്മൾ അവരെ വീഡിയോയിൽ ഇട്ടുകൊണ്ട് അവരൊരു പ്രൈവസി നഷ്ടമായോ എന്നുള്ളൊരു, അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് റിയലൈസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ആരെയും വീഡിയോയിലൊന്നും കാണിക്കാത്തത്. ഇനി നമ്മളെ വിശേഷങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു പോകും, അത്ര തന്നെ കേട്ടാ. പിന്നെന്താ, ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ. അതായത് മോൻ്റെ മുടിയെടുക്കൽ കഴിഞ്ഞു, ഗോൾഡൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളിവിടെയുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇവിടെ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ അതൊക്കെ അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് നമ്മൾ ചെയ്തു. അപ്പോൾ ആ വിശേഷങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാനോ ഇതാക്കാനൊന്നും ഈ പറഞ്ഞ പോലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഒന്ന് വീഡിയോ ചെയ്യാനൊന്നും ഒരു സമയവും എന്താ പറയുക വിശേഷങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാൻ പറ്റാഞ്ഞേട്ടാ. ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ല കേട്ടാ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന നേരത്താണ് അന്നത്തെ ആ പരിപാടിയും കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. കാരണം അത് നമ്മൾ ഭക്ഷണം ഓർഡറാക്കി ഇവിടെയുള്ള ഫാമിലിക്ക് ഫ്രണ്ട്സിനും എല്ലാവർക്കും നമ്മൾ തന്നെ കൊണ്ടേ കൊടുത്തു. നാട്ടിലുള്ളവർക്കാണെങ്കിൽ അവിടെ നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെന്താ വിശേഷങ്ങൾ, അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഒരു പഴയ പോലെ മറ്റേത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ആഴ്ചയിലൊരു വീഡിയോ എങ്കിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നല്ലോ, അല്ലാണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ. ചിലപ്പോൾ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇടവിട്ട് ആഴ്ചയിൽ 2 or 3 വീഡിയോസും ചെയ്യാറുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ ടൈമും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മളെ ലൈഫ് ഇങ്ങനെ മാറുമല്ലോ. അപ്പോൾ എന്തായാലും മോൻ വന്നതിൻ്റെ ശേഷം മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ജോലിയും തിരക്കും കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി ഒന്ന് റൂം മാറാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും അതുമുണ്ട്. പിന്നെന്താ, പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല ചൂട് തുടങ്ങുന്നതുകൊണ്ട് അതിൻ്റെതായ ക്ഷീണം അതുകൊണ്ട്. നിങ്ങൾക്കറിയാലോ എനിക്ക് ചൂട് പറ്റാത്ത ആളാണെന്നുള്ളത്. അപ്പോൾ ചൂട് തുടങ്ങിയതിൻ്റെ ക്ഷീണം മടിയും ഒക്കെ അതുമുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ്. പിന്നെന്താ, നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെ കരുതി ഇങ്ങ് വന്നിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ മറന്നുപോയിട്ട് എന്തൊക്കെയോ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ല? നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഇനിയിപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നോട്ടിഫിക്കേഷനൊക്കെ വരാൻ വേണ്ടി ലേറ്റ് ആവുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയതും വരില്ല. എന്തായാലും അൽഹംദുലില്ലാ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. തിരക്കായതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇനി ഒരു ഒഴിവിനൊക്കെ അനുസരിച്ചിട്ട് ഇൻഷാല്ലാഹ് വീഡിയോ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പറ്റുന്ന പോലൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാല്ലാഹ്. പിന്നെന്താ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ നമ്മൾ റൂമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റൂം മാറുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്, നിങ്ങൾക്കറിയാലോ. ഞാനിപ്പോൾ ഇവിടെ UAE വന്നതിൻ്റെ ശേഷം എനിക്ക് തോന്നുന്നു നമ്മളൊരു ഈ ഫ്ലാറ്റിലാണ് ഇത്രയും അധികം നിൽക്കുന്നതെന്നുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഫ്ലാറ്റിൽ ഇപ്പോൾ നമ്മൾ 4 വർഷമായിന്ന്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 4 വർഷമായി തോന്നുന്നുണ്ട്. അതിൻ്റെ മുന്നത്തെ ഫ്ലാറ്റുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ 2 വർഷം 1 വർഷം 2 വർഷം അങ്ങനെയൊക്കെ നിന്നിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ കുറച്ചൊക്കെ നിന്നു, കാരണം അത് നമുക്ക് മാഷാഅല്ലാഹ് നല്ലൊരു റൂമായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് സ്പേസ് വേണം, കാരണം ഇത് 1 BHK അല്ല, അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് വേണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ മാറുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു റൂമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മളെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനത്തെ കുറേ, പിന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ ഭയങ്കര മറവിക്കാരത്തിയാണെന്നുള്ളത്. അപ്പോൾ ഒന്നും മറക്കാണ്ട് എല്ലാം പാക്ക് ചെയ്യാനും ഒന്ന് എവിടെയും കളഞ്ഞു പോവാതെ ഇരിക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ തിരക്കൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ എല്ലാം അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളെ കിട്ടും കേട്ടോ. പക്ഷെ ഇതെല്ലാതും നമ്മൾ ഒരുക്കി വെക്കണ്ട, നമ്മൾ എടുത്തു വെച്ചാലല്ല നമ്മളെ കാര്യങ്ങളും നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ എവിടെ വെച്ച് എന്താ വെച്ച് എന്നൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലോ പറയുകയാണ്, അപ്പോൾ പിന്നെ വേറെ ആയോ പറയുകയും വേണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം അങ്ങനെയൊക്കെ. പിന്നെ മോൻ്റെ വിശേഷങ്ങൾ കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ. കുറേ നമ്മൾ സ്നേഹിക്കണ കുറേ പേര് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ അമ്മമാരും ഇത്തമാരും ഉമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും കുറേ ആങ്ങളാരും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ട് വിശേഷങ്ങൾ ഇവിടെ കാണാണ്ടായിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അങ്ങനെയൊക്കെ. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ. പിന്നെ മോൻ്റെ വിശേഷങ്ങൾ, മോന് കമഴിലുണ്ടോ
അങ്ങനത്തെ ഒക്കെ കുറേ ചോദിക്കുന്നുണ്ട്. മോനിപ്പോൾ കമിഴ്ന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നാട്ടിലേക്ക് വരുന്നുണ്ടോയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നാട്ടിലേക്ക് വരുന്നത് ഇപ്പോൾ തന്നെ വരുന്നത് തീരുമാനിച്ചിട്ടില്ല. ഇൻഷാ അള്ളാ എല്ലാം പഠിച്ചോണ്ട് വിധി പോലെ എപ്പോഴാണെന്ന് പഠിച്ചോണ്ട് നമ്മളിങ്ങോട്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല ഇനി എപ്പോഴാണ് തിരിച്ചിട്ട് എന്നുള്ളത് രീതിയിൽ ഇൻഷാ അള്ളാ. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു വീഡിയോ കാണാണ്ടായാലും ഭയങ്കര പേടിയാണ്, നിങ്ങൾക്ക് എന്തേ പറ്റിയാവോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അസുഖമൊന്നുമില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ കുറേ പേരിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ അത്രയും സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്നുള്ളത് ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ ഞാനും മോനും കൂടെ ഉള്ളൊരു ഫോട്ടോ ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തത് അതാണ് കേട്ടോ. ആ ഒരു ഇത് തന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്തു കേട്ടോ. ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മളിഷ്ടമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ മെസ്സേജ് ചെയ്തെങ്കിലും ഒരാൾ, ഒരു സാജിദ എന്ന് പറയുന്ന ഒരാൾ എന്താ പറയുക ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് ഒരു കമൻറ്റ്. അതായത് എനിക്ക് പറയാൻ പോലും പേടിയാണ് കേട്ടോ ഒരു കമൻറ്റ്. കാരണം ഇന്നെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളെ മോനങ്ങോട്ട് വെച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഇവരെന്തൊരു ധൈര്യത്തിലാണ് ഇത് പറഞ്ഞത്. കാരണം എനിക്ക് എൻ്റെ മോനെ അത്രയും ഇതാണെന്നുണ്ടെങ്കിൽ പഠിച്ചോൻക്കറിയാലോ, പഠിച്ചോൻ നമ്മൾക്ക് ഇത്രയും ആഗ്രഹിച്ചതാക്കി തരുമ്പോൾ പഠിച്ചോൻ തന്നെ എന്താ പറയുക, എനിക്ക് പേടിയാണ് കേട്ടോ പറയാൻ. അപ്പോൾ ഞാൻ ആലോചിക്കുക അവരെന്തൊരു ധൈര്യത്തിലാണ് അത് പറഞ്ഞതെന്നുള്ളത്. കാരണം ഇന്ന് അവരെ കയ്യിലുള്ളതൊക്കെ എപ്പോഴും പഠിച്ചോനെ അവരെ കയ്യിൽ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ എപ്പോഴും അതൊക്കെ അവരെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിലാണോ അവർ കമൻറ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഒരു വിഷമമായിട്ടാണ്. അങ്ങനെ ആ കമൻറ്റിനെ നമ്മളെ സ്നേഹിക്കണവർ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എന്തോ ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങനത്തെ കുറേ വിശേഷങ്ങൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തോ ഒരു ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തോന്നിയപ്പോൾ പിന്നെന്താ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫ്ലാറ്റ് മാറുന്ന വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ കുറേ പോയി നോക്കുന്നുണ്ടായിരുന്നു. നമ്മളടുത്ത് തന്നെയുള്ള ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനും ഒക്കെയും കൂടെ ഇക്കാക്ക് അധികവും രാത്രിയിലായിരുന്നു ഫ്രീ ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയിലെടുത്ത വീഡിയോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞാനധികം ഞാനും കൂടെ ഈ ഒരു ഈവനിങ് ആവുന്ന സമയത്ത് ഞാനും മോനും കൂടെ ഇങ്ങനെ ഇറങ്ങൂട്ട. അപ്പോൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഫ്രീ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ പോയി നോക്കും. ചില ഫ്ലാറ്റിലൊക്കെ നല്ല പണിയുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പോണ ഫ്ലാറ്റിൽ നമ്മൾ നല്ല പണിയൊക്കെ ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ചിലർ പോകുമ്പോൾ നല്ല പണിയൊക്കെ ഇട്ട് കൊടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമായി, നമ്മളത് എടുക്കാൻ വേണ്ടി തയ്യാറാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസും എല്ലാതും ക്ലിയറാക്കി ഉഷാറാക്കിയിട്ട് നമുക്ക് തരും കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് പുതിയത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എനിക്ക് ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് എടുക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഫുൾ ഗ്ലാസ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ. പിന്നെ ഞാൻ ആലോചിച്ചു അത്ര വ്യൂസും കാര്യങ്ങളൊന്നും നോക്കണ്ട, ജസ്റ്റ് നല്ല സ്പേസ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചിട്ട് കുറച്ച് തോനെ സ്പേസ് ഉള്ള ഫ്ലാറ്റ് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് തോനെ സ്പേസ് ആകുമ്പോൾ ഇനി ഇൻഷാല്ല മോന് വലുതാകുമ്പോൾ അവനക്ക് ഓടിച്ചാടി നടക്കാനും ഇൻഷാല്ല പിന്നെ നമ്മളെ കുറേ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും. എനിക്കറിയാലോ ഇൻസ്റ്റയിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പ്രൊമോഷൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ കുറച്ച് സ്പേസ് കൂടുതൽ ഉണ്ടായിക്കോട്ടെ. വ്യൂസും ഒരു ബാൽക്കണി വ്യൂ അല്ലാണ്ടെങ്കിൽ റൂം വ്യൂ അതൊന്നും അധികം നോക്കണ്ടെന്ന് കരുതി അങ്ങനെയൊക്കെ. പിന്നെന്താ അങ്ങനെയൊക്കെയാണ് ഓരോ വിശേഷങ്ങളൊക്കെ. പിന്നെ ഇക്കാക്ക് ഒരു വാച്ചൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഇതിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തപ്പോൾ ഇതിൽ പെട്ടുപോയതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഈ വീഡിയോ ഞാൻ കറക്റ്റായിട്ടൊരു വീഡിയോ അല്ല, ഞാൻ മുന്നേ എടുത്തു വെച്ച എല്ലാ വീഡിയോസും കൂടെ ഇട്ടിട്ട് നിങ്ങളോട് വിശേഷം പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇങ്ങോട്ട് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി. പഴയ പോലത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ടൈമിനനുസരിച്ച് ഒരു രീതിയിലൊക്കെ വീഡിയോ നിങ്ങളോടൊക്കെ പങ്കുവെക്കാൻ ഷെയർ ചെയ്യാൻ ഇൻഷാ അള്ളാ. അതല്ല ഇടയ്ക്ക് ഇതേപോലെ ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. പിന്നെന്താ എനിക്ക് ഇക്കാക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് വാച്ചായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെന്താ നാട്ടിലത്തെ നിങ്ങളെല്ലാവരെയും
വിശേഷം? നാട്ടിൽ നല്ല മഴയാണല്ലോ അല്ലേ? നമുക്കിവിടെ ഭയങ്കര ചൂടാണ്. നാട്ടിലെന്താ നിങ്ങളെ ഹാല്? എല്ലാവരും സേഫ് അല്ലേ? ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ വർഷത്തെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണല്ലോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ, ഇനിയിപ്പോൾ പെരുന്നാളും ആയല്ലോ അല്ലേ? എല്ലാവരും പെരുന്നാളായിട്ട് പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തു എല്ലാവരും. പിന്നെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കല്ലോ, അതൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആ ഒരു ആഘോഷം അത് വേറെ തന്നെ ആയിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ പിന്നെ എല്ലാവരും എന്താ പറയുക, നമ്മൾക്ക് പ്രായം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ മാറിയ പോലെ ഒരു തോന്നൽ. അല്ല, നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ ഓരോ വയസ്സിങ്ങനെ പോവില്ലേ? അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് ഞാനൊരു ഡേ ഇൻ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ കരുതി അങ്ങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. നമ്മൾ നോർമലി നമ്മളിങ്ങനെ ഇരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ കുറേ കുക്ക് ചെയ്യുന്ന വീഡിയോസും കുറേ ക്ലീൻ ചെയ്യുന്നതും എല്ലാം കൂടെ എടുത്തിട്ട് ഡേ ലൈഫ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആക്കിയിട്ട് വീഡിയോ ചെയ്തിരുന്ന ആളാണല്ലോ. ഇപ്പോൾ പിന്നെ അറിയാലോ, തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഇനി എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇനി ഞാൻ വീഡിയോ ചെയ്യണോ, പഴയ പോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട്, അപ്പോഴാണ് എനിക്കും ഇനി ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഒരു കമൻറ്റ് ഞാൻ കാണിക്കട്ടെ. ഈ ഒരു വീഡിയോ ഈ ഒരു കമൻറ്റാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ വോയിസ് കൊടുത്ത് അങ്ങോട്ട് അപ്ലോഡ് ആക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇത്രയും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇത്രയും വിഷമമുണ്ട്. ഇങ്ങനത്തെ കുറേ വരലുണ്ട്, പക്ഷേ ഈ കമൻറ്റ് എന്തോ എനിക്ക് അല്ലെന്നാൽ വേഗം വീഡിയോ ചെയ്യണം എന്നിങ്ങനെ തോന്നിപ്പിച്ചു കൂട്ടാ. അപ്പോൾ അതേപോലെ എന്താ പറയുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഞാൻ ഏതൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത് എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ പോലെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് എല്ലാതും ഒന്നും നിങ്ങളോട് പങ്കുവെക്കാനൊന്നും പറ്റാഞ്ഞത്. മറ്റേത് നമ്മളൊരു ഫാമിലി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യൽ ഉണ്ടായിരുന്നല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പം എന്താണ്, അത്രയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇനി വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. പിന്നെ എൻ്റെ UAE ലൈസൻസ് എടുക്കൽ എന്തായെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ റീസ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതുവരെ ഒന്നും ആയിട്ടില്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് എന്തായാലും റീസ്റ്റാർട്ട് ആക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് കുറേ പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മെഡിസിനൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, മോനക്ക് പാലെടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. മോനക്ക് പാലൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ മെഡിസിൻ എന്തായാലും തുടങ്ങേണ്ടി വരും. മെഡിസിൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫീഡിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ട്സൊക്കെ കുറേ പേഷ്യൻസ് എന്നോട് വന്നിട്ട് ഇൻസ്റ്റയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു ഫ്രീ ആവുന്നതിനനുസരിച്ച് നമുക്കൊരു Q&A പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ മോനെ കാണാൻ വേണ്ടി കുറച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. എനിക്കറിയാം, മോനെ അത്രയും സ്നേഹിക്കണം, ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് എന്നറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇന്നിപ്പോൾ അവന് ഇരുന്ന് കളിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. ഇപ്പോൾ ആൾക്ക് മുടിയൊക്കെ ചെറുതായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട കേട്ടാ.